ഇന്ന് രാവിലെ തന്നെ പുല്ല് വെട്ടാൻ വന്നതാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പുല്ലിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോഴത്തെ നമ്മൾ പുല്ലിന്റെ വളർച്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം. നമ്മൾ വയലിൽ ഇറങ്ങിയാൽ പുല്ല് ഇതുപോലെ കാണൂല. കണ്ടില്ലേ, എല്ലാ പുല്ലും ഒരേപോലെ വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ലതാട്ടോ. ഈ ഒരു സമയത്താണ്, വേനൽക്കാലത്താണ് നമുക്ക് കൂടുതൽ പുല്ലും കിട്ടുക. ഇടയ്ക്ക് മഴയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നനച്ചൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ പുല്ലായി കിട്ടും. മഴക്കാലത്ത് കുറച്ച് കുറയും കേട്ടോ. അപ്പൊ നമുക്കിനി വല്ല വയലിലോട്ട് ഇറങ്ങാം. ഇടയ്ക്ക് ഇപ്പൊ മഴ കിട്ടിയപ്പോൾ യൂറിയ ഇട്ട് കൊടുത്തോണ്ട് പുല്ലൊക്കെ കണ്ടില്ലേ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ വെട്ടിയെടുക്കാണ് ഏറ്റവും നല്ലത്. തണ്ട് കണ്ടില്ല, അധികം അങ്ങോട്ടൊക്കെ തണ്ട് കാണാം, അധികം മൂപ്പായിട്ടില്ല. അപ്പൊ നമുക്ക് ചാപ്പ് കട്ടറിലിട്ട് ചോപ്പ് ചെയ്തൊന്നും കൊടുക്കണ്ട, നേരെ ഇട്ട് കൊടുത്താൽ പശുക്കൾ നല്ല തണ്ടോടുകൂടി കഴിച്ചോളും. അപ്പൊ ഇത് നമുക്ക് വെട്ടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം വെട്ടി കുറച്ച് പുല്ലുകളുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ റെഡ് നേപ്പിയർ ആണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യം കാണിച്ച സൂപ്പർ നേപ്പിയർ ആണ്. നോക്ക്, ഇങ്ങോട്ട് വന്നാൽ കറക്റ്റ് കാണാം. ബൗണ്ടറി മൊത്തം നമ്മൾ റെഡ് നേപ്പിയർ ഇട്ടിട്ട് നോക്ക്, നല്ല റെഡ് നേപ്പിയർ ഇങ്ങനെ ആയിട്ടുണ്ട്. ആ തലവരെ റെഡ് നേപ്പിയറാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നാസറൊക്കെ പുല്ല് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വെട്ടി തുടങ്ങുന്നത് ഇന്നത്തെ. അതാ നാസറൊക്കെ അപ്പം എത്രയും പുല്ല് വെട്ടിയിട്ടുണ്ട്. നല്ല കള ഉണ്ടല്ലേ നാസറക്ക? ഇതുപോലത്തെ മുള്ളുകളൊക്കെ വരും. അപ്പൊ ആ കളയും കൂടെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിതൊക്കെ വെട്ടിപ്പോവാൻ. അപ്പൊ സ്പീഡിലാണ്ട് വെട്ടിപ്പോകാനും പറ്റൂല, എന്തായാലും ഇതുപോലെയുള്ള കളകൾ കയറി വരും. ഇത് നമ്മൾ പട്ടാള മുള്ളു എന്ന് പറയുന്ന മുള്ളാട്ടോ. ഈ മുള്ള് ഭയങ്കര പ്രശ്നമാണ്. തൊട്ടാവാടി പോലെയല്ല, പിടിച്ചു കഴിഞ്ഞാലേ എന്താ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത്. അപ്പൊ അത് നമ്മൾ ആദ്യം ഒന്ന് വെട്ടി ഒഴിവാക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ഏരിയയിൽ എല്ലാത്തിന്റെയും തുടക്കത്തിൽ റെഡ് നേപ്പിയർ ആട്ടോ വരിക. അപ്പൊ ഇവിടുത്തെ പുല്ലിന്റെ നീട്ടൊന്ന് കാണിച്ചു കൊടുക്ക്. നാസറൊക്കെ നിൽക്കുന്നതിന്റെ ഒക്കെ എത്ര ഹൈറ്റ് നോക്ക്. ഇങ്ങനെ നിന്നാല് നമ്മൾക്ക് എത്രയും മുകളിലാട്ട പുല്ല്, ഇത്രയും ഹൈറ്റ് വെക്കും. സൂപ്പർ നേപ്പിയറൊക്കെ നല്ല ആയി കഴിഞ്ഞാല്. പക്ഷെ വേറെ പ്രശ്നം കണ്ടോ, ഇതുപോലെ തണ്ട് നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അടിഭാഗത്ത് തണ്ടൊക്കെ നല്ല മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് ചാപ്പ് കട്ടറിലൊക്കെ ചോപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഗുഡ്സിലൊക്കെ ഇതുപോലെയുള്ള പുല്ല് കൊണ്ട് വെക്കുമ്പോഴേ ഇതിനെ നീട്ടം കണ്ടില്ലേ ഇത്രയും വരുന്നുണ്ട്. നമ്മൾ അടിഭാഗത്ത് നിന്ന് ഒരു 1.5 അടിയോളം 2 അടിക്ക് എടുത്ത് ഇങ്ങനെ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത് കറക്റ്റ് ആവുള്ളൂ. ഇതൊക്കെ അത്രയ്ക്കൊക്കെ വെട്ടിയിട്ട് കണ്ടില്ല, ഇതുപോലെ നമ്മൾ 1.5-2 അടിക്ക് കഷ്ണം മുറിച്ച് ഒഴിവാക്കുന്നുണ്ട്. അത് എങ്ങനെയും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചാപ്പ് കട്ടറിൽ ശരി ചോപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ പ്രശ്നം എന്താ അറിയാം, നമുക്ക് ഗുഡ്സിന് വെക്കുന്നതിനൊരു അളവുണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ലോഡ് മുഴുവൻ എന്താ പുല്ലിന്റെ ഈ ലോഡ് വരുന്നതൊക്കെ ബാക്ക് സൈഡിലോടായിട്ട് വണ്ടി പൊന്തും. അപ്പൊ നമുക്ക് ഒരു ഏരി പുല്ലൊന്നും കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വേണ്ടില്ല, ഈ ഏരി മൊത്തത്തിലൊരു ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഒരു ലോഡായിട്ട് കിട്ടുന്നത്. ഇതിന് മുന്നേ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫസ്റ്റ് അരിയുമ്പോൾ നമുക്ക് 2 ഏരിയ അരിഞ്ഞപ്പോഴല്ലേ ഒരു ലോഡായത്. അത്രയ്ക്ക് ഇപ്പോൾ 2 ഏരിയ അരിഞ്ഞപ്പോഴല്ലേ, 2 ഏരിയയിലാണ് നമുക്ക് ഒരു ലോഡായത്. ഇപ്പൊ പിന്നെ 2ാം റൗണ്ട് അരിഞ്ഞപ്പോൾ നമുക്ക് 1.5 ഏരിയക്ക് ഒരു ലോഡായി. ഇപ്പൊ ഒറ്റ ഏരിയ അരിഞ്ഞാൽ മതി, ഒരു ലോഡ് പുല്ലാവും. പക്ഷെ ഒരു ലോഡ് പുല്ല് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു നീട്ടത്തിലെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇതിൽ നീട്ടം കൂടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അത് ഈ ഒരു സമയം ഞാൻ പറഞ്ഞില്ല, നല്ല പുല്ല് ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ഒരേപോലെ ആയി കിട്ടി. അപ്പം ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള പാകത്തുള്ള പുല്ലാവട്ടോ. അപ്പൊ ഇത് വേഗം വെട്ടി തീർക്കണം. വെട്ടോളേ ഒതുക്കിയിട്ട് കൊണ്ടോ ഇവിടെ ചോദിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ പുല്ല് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതങ്ങോട്ട് ഈ കടകൾ കാണിച്ചു കൊടുക്കും. ഈ കടയൊക്കെ അല്ലേ നല്ല പതിച്ച് വെട്ടണം കേട്ടോ. നമ്മള് കണ്ടില്ല, ഇതുപോലെ പതിച്ച് വെട്ടണം. ശരി, ഇതൊക്കെ നമ്മൾ ഏരിയിൽ നിന്ന് വാരിയിടും കേട്ടോ. ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് വാരിയിടണം. ഈ ഒരു 4-5 ഏരിയയിലായിട്ട് ഈ പ്രശ്നം വന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് നീളം കുറഞ്ഞ പുല്ലാകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ 2 ആൾ കൂടി ആദ്യം വേഗം വെട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഏറ്റുന്ന പണിയാട്ടോ. അപ്പൊ നമുക്ക് പരിപാടി പെട്ടെന്ന് കഴിയും. ഈ കാണുന്നതാണ് ഒരു ഏരിയ കേട്ടോ, ആ തല വരെ.
ഇപ്പൊ പുല്ലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മുറിച്ചിട്ട കഷ്ണങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ടേ ഒരു സൈഡ് കൊണ്ട് കൂട്ടിയിട്ടെ. ലാസ്റ്റ് ആകുമ്പോൾ ഒരു വലിയൊരു പണിയാവും. ഇപ്പൊ നാസർക്ക് ആവുന്ന പുല്ലൊക്കെ കെട്ടി വെച്ച് വരിക കേട്ടോ. ഇതും ഒരു പണിയായി ഇപ്പം. അത് ഈ ഒരു ഏരിയയും കൂടെ കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ തണ്ട് വെട്ടി ഒഴിവാക്കലേ. ഇവിടെ കൊണ്ടുപോയിട്ടാട്ടെ നമ്മൾ കൂട്ടിയിരുന്ന് 5 ഏരി, ഇതിപ്പോ 6ാമത്തെ ഏരിയാണ് ഇന്ന് വെട്ടുന്നത്. 5 ഏരിയുടെ കഷ്ണങ്ങൾ കൊണ്ട് കൂട്ടിയത് കേട്ടത്. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ 2 അടി 3 അടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പുല്ല് നല്ല നീട്ടായതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് എത്തണം നമ്മളെ പുല്ല്. അപ്പം ഒരു ഏരി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്കത് ഒക്കില്ല. നമ്മൾ ഇത്രയും മെനക്കെട്ട് വന്നിട്ട് ഒരു 3 ദിവസത്തിനാണ് നമ്മൾ ലോഡ് കൊണ്ടുവന്നത്. അപ്പോൾ നീട്ടം കുറച്ചാലേ നമുക്ക് ലോഡ് ഒരു ഏരിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു 3/4 ഏരിയയിൽ നിർത്തേണ്ടി വരും. കഷ്ണങ്ങൾ കാണിച്ചതാ. ആദ്യമൊക്കെ വെട്ടിയപ്പോൾ നമ്മൾ ചെറുതുണ്ടല്ലോ, ഇതിൻ്റെ അടിയിലായി പോയി. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1 അടി 1.5 അടിയൊക്കെ ആയിരുന്നു. പിന്നെ 2 അടി 2.5 അടി, ഇപ്പതാ 3 അടിക്കൊക്കെ ആയി പോയിട്ടതാ. ഇങ്ങനത്തെ ആയി. പക്ഷെ ഈ ഒരു ഏരിയയും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത റൗണ്ട് നമുക്ക് വെട്ടുമ്പോൾ ചെറുതാക്കി തന്നെ, അല്ല മൊത്തത്തിൽ പുല്ല് തന്നെ വെട്ടിപ്പോവാ. പുല്ലധികം ഹൈറ്റ് ഇല്ല. ഇതുപോലെ തണ്ട് ഒഴിവാക്കണ്ട. അപ്പൊ ഇതാ നടാൻ ആവശ്യമുള്ളവർക്ക് കൊണ്ട് നടാൻ പറ്റിയ സാധനം. ഞങ്ങൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിനത് നടാനൊക്കെ ആയിട്ട്. ഞങ്ങൾ നടുന്ന സമയത്തൊന്നും തീരെ പുല്ലിന്റെ തണ്ട് കിട്ടാനേ ഇല്ല. എല്ലാവരും പുല്ല് വെട്ടുന്നൊരു സമയമായിരുന്നു. എന്നിട്ട് നമ്മൾ 3 വെട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ വയലിൽ കൊണ്ട് പുല്ല് നട്ടത്. ഇതുപോലത്തെ കഷ്ണമൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പീസ് ഇതാണ് നമ്മൾ കുത്തി കൊടുക്കുക. ഒരു മുള വരും, ഒരു മുള താത്തിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇഷ്ടം പോലെ കഷ്ണമുണ്ട്. ഈ ഒരു പുല്ല് കണ്ടില്ലേ, നമ്മൾ 3ാമത് വെട്ടിയപ്പം ആദ്യം വെട്ടിയ പുല്ലുകളാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല വളർന്നു വരുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തതായി അതിന് ശേഷം വെട്ടിയത് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇനി പുല്ല് വീണ്ടും ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ യൂറിയ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കള കയറുന്നുണ്ട്. ശരിക്കും ഇതിനൊരു ഇടകള വേണമായിരുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത വെട്ടിൽ നമുക്ക് ഇട കളയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ പുല്ല് പൊന്തിപ്പോയി. ഇതിന് ഇടയ്ക്ക് ഉണ്ടില്ല, അതാ നമ്മൾ അന്ന് 2ാമത് വെട്ടിയ സമയത്ത് ഇട്ട് ആട്ടിൻകാഷ്ടം എപ്പോഴും ഉണ്ട്. അപ്പോൾ ജൈവവളമായിട്ട് ഇപ്പോഴും മണ്ണിൽ ആട്ടിൻകാഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തോളും. ഇനി അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇട കളച്ചിട്ട് ഒന്നുകൂടെ ജൈവവളം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പൊന്തിയിട്ട് ഇനി ഒന്ന് യൂറിയ ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊന്തിയാലും കുഴപ്പമില്ല. മഴ നോക്കിയിട്ടൊന്ന് യൂറിയ എറിഞ്ഞു കൊടുത്തായി. ഇവിടെ കണ്ടോ എല്ലാം പുല്ല് സെറ്റായി വരുന്നത്. നല്ല ഇപ്പോൾ ഒരു പച്ചപ്പിൽ നല്ല നിൽക്കുന്നത് നമ്മൾ അടിവളം കൊടുത്തത് ഇപ്പോൾ മണ്ണിലുള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി വേഗം പുല്ലൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി ഏറ്റിലാണ്. അപ്പം വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. ഒരു കാര്യം പറയാനുള്ളത്, ഇഷ്ടം പോലെ പുല്ലിൻ്റെ തണ്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വന്നിട്ട് കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തന്നെ നടുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി. ഇതിനൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ സംഘടിപ്പിച്ച് സൂപ്പർ നേപ്പിയർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി കഷ്ണങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോളി. നമ്മളെ വയലിൽ വന്നാലും എടുത്തു പോവാം. കൊറിയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ അടുത്തുള്ളവരും പിന്നെ വയനാട്ടിലൊക്കെ വന്നിട്ട് ഇത് എടുക്കാൻ പറ്റിയ സൗകര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കൊണ്ടുപോകാം. നല്ല അടിപൊളി കഷ്ണമുണ്ട്. ഈ ഒരു സമയത്ത് നട്ടു കൊടുത്താൽ പുല്ല് നല്ല ഉണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വേഗം പുല്ല് ഏറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരട്ടെ.